അയലൂർ ഗ്രാമപഞ്ചായത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധത്തിന്റെ ഭാഗമായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം അയലൂർ നെല്ലിക്കാട്ടുപറമ്പിൽ നടന്നു. കുടിവെള്ള സ്രോതസ്സുകളിലും ജലാശയങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ജലാശയങ്ങൾ എന്ന് പറയുമ്പോൾ വേനൽക്കാലങ്ങളിൽ കുട്ടികളാണെങ്കിലും വയസ്സായവരായാലും നമ്മുടെ ഒരു ശീലം എന്ന് പറയുന്നത് ദിവസം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കുളത്തിൽ പോയി കുളിക്കും. കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്, കുളത്തിൽ കുളിക്കും. മുങ്ങിക്കുളിക്കുമ്പോൾ മൂക്കിലൂടെയാണ് ഈ അമീബിക് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അത് തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. ബാധിച്ചു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു പ്രയാസവും അത് ഗുരുതരമായിട്ടുള്ള മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള അസുഖമായിട്ടാണ് അത് മാറുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധികളെല്ലാം തന്നെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗുരുതരമായിട്ടുള്ള അസുഖത്തിനെ തടയാനും വേണ്ടിയിട്ട് ഈ ക്ലോറിനേഷൻ എന്നുള്ള ഒരു പരിപാടി നമ്മൾ പഞ്ചായത്ത് തലത്തിൽ എല്ലാ പ്രദേശങ്ങളിലും നടത്തി വരുന്നത്. കേരളത്തിൽ മാതൃകാപരമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്കാണ് കേരള സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയും പ്രവർത്തനം കാഴ്ചവെച്ച് വരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മാതൃകാ പ്രവർത്തനം ആരോഗ്യ പ്രവർത്തകരെയും അതുപോലെ തന്നെ നാട്ടിലുള്ള മുഴുവൻ സന്നദ്ധ പ്രവർത്തകരെയും ഒത്തൊരുമയോട് കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ അസുഖത്തിനെ നമ്മൾ അതിജീവിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. കാരണം കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവനും എൻ്റേതാണ് എന്നുള്ള കാഴ്ചപ്പാടില്ലാണ്ട് നമ്മുടേതാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടെ ജീവിക്കുന്നവരാണ്, പ്രവർത്തിച്ചു വരുന്നവരാണ്. ഇതെടുക്കായിരുന്നു ഈ കിണറ്റിലെ വെള്ളത്തിൽ ഇത് കിട്ടുന്നുണ്ടോ? വാർഡ് മെമ്പർ വത്സല ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ആശാവർക്കർമാരായ കണ്ണാമണി, സുജാത, കുടുംബശ്രീ CDS അംഗങ്ങൾ, ADS മാർ, നാട്ടുകാർ തുടങ്ങിയവർ ക്യാമ്പയിനിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.